ഇത് നമ്മുടെ ഫ്രോഗിൽ അടിച്ചാണ് ഒരു നല്ല സൈസ് ഉണ്ട്. ഏകദേശം 1 kg ഉണ്ടാവും. 950 to 1000, ഏകദേശം 1 kg എന്തായാലും ഉറപ്പാണ്. അത്യാവശ്യം വലിപ്പമുള്ള മീനാണ്. ഇത്രയും വലിപ്പമുണ്ടെന്ന് വിചാരിച്ചില്ല അടിച്ചപ്പോൾ, കാരണം ചുമ്മാ ഇത്തിരി വെള്ളത്തിന് അടിച്ചാണ്. കണ്ട വലിപ്പം കണ്ട, തലവണ്ണം കണ്ട. ഇതിൻ്റെ ഏകദേശം 1 കിലോത്തോളം ഉണ്ടാവും കേട്ടോ വിരാല്, ഒറ്റ വിരാല്. ഇന്നിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ വെയിൽ നിന്നുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷെ വെള്ളമൊക്കെ പറ്റിപ്പോയി നിന്നപ്പിൽ. പക്ഷെ എന്നാലും നമ്മുടെ ഫ്രോഗിൽ അടിച്ചിട്ട് മുതൽ തന്നെയാണ്. ഏകദേശം 1 കിലോ എന്തായാലും ഉണ്ട്. 1 കിലോ ഉണ്ടാവും, അല്ലെങ്കിൽ 900 ഗ്രാം അത്ര എന്തായാലും ഉണ്ട് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, തലവണ്ണത്തിനനുസരിച്ചുള്ള ഉടലും ഉണ്ട്. അകത്തിരിക്കേണ്ട ഫ്രോഗ്. ഞാനതിന് മൗണ്ടൊന്നും എടുത്തില്ല, പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോസ് വരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, നമുക്കത് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും വരും. നല്ലോണം തല്ലിപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത്. നിറച്ച് പുല്ലാണ് ഇവിടെ, നമുക്ക് നിൽക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇടയിൽ നിന്നാണ് ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്ത് പിടിച്ചത്. മൊത്തത്തിൽ സാധനം ഉണ്ടോ, നമുക്ക് എൻ്റെ വീഡിയോസൊക്കെ എന്തായാലും ചെയ്യാം കേട്ടോ. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, മൊത്തത്തിൽ സാധനമാണ്. ഏകദേശം 1 കിലോ എന്തായാലും ഉണ്ടാവും. 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നു വലിപ്പം കണ്ടിട്ട്. കുറേ നാളെ ഇത്രയുള്ള മീനൊക്കെ കിട്ടിയിട്ട്, കാരണം നമ്മൾ ഇറങ്ങാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങിയിട്ട് ഒരു ദിവസം ഒരു 5-8 വെച്ച് കിട്ടിയാൽ നമുക്ക് 2-3 ദിവസം കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പോഴാണ് ഇന്നിപ്പോൾ ഇറങ്ങിയേക്കണത്. നല്ല സാധനം ഉണ്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പം ഇവരെ വായിക്കാതിരിക്കുകയാണ് ഫ്രോഗ്. കണ്ട ഇത്ര വലിയ വായാണ്ട ഫ്രോഗൊന്നും ഒന്നുമല്ല, വലിയ ചേർന്നടിക്കണ ഫ്രോഗ് വരെ വിഴുങ്ങിപ്പോവും. ഓക്കെ, നമുക്ക് കിട്ടിയ ഒരാളാണ് ആ വലുത് കഴിഞ്ഞിട്ട് രണ്ടാമത് കിട്ടിയ ഒരാളാണ് ഇത് കാണുന്നത്. തീരെ ചെറുത് 1/2 കിലോക്കാരനാണ്. നല്ല പേരാണ് 1/2 കിലോക്കാർ. മറ്റേത് 1 കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ അവരാര്. ഇതൊരു 1/2 കിലോ ഉണ്ടാവും. ഈ 2 ഇപ്പോൾ കിട്ടിയാണ്. ഞാനിപ്പോൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി വെള്ളത്തിലിടാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. വീടിൻ്റെ അടുത്തുള്ള സ്പോട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടിയാണ്. പിന്നെ ഇപ്പം അടിക്കണില്ല, വേറെ ഒന്നും അടിക്കണില്ല. വന്നപ്പോൾ തന്നെ ഒരു ചെറുതോറിന് അടിച്ച് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അടിച്ചാണ് ആ വലുത്, അത് കിട്ടി. പിന്നെ അത് രണ്ടാമത് കിട്ടിയാണ് ഈ 1/2 കിലോക്കാരൻ. അതിൻ്റെ ആ വായനോടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അത് ഈ ഗ്രിപ്പർ ഇട്ടിട്ടാണ്. ഗ്രിപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് പിടച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകണതാണ്. ആ ഗ്രിപ്പറൊന്നും പറ്റണില്ല, വേറെ വലിയ ഗ്രിപ്പർ തന്നെ ഇട്ടിട്ടുണ്ട്. വലിയ ഗ്രിപ്പർ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം, എന്നാലാണ് ആ വായൊക്കെ ഇങ്ങനെ പൊളിയാതിരിക്കുള്ളൂ. ചെറിയ ഗ്രിപ്പറിനൊക്കെ ഇടുമ്പോൾ വായൊക്കെ പൊളിഞ്ഞു പോകും പിടച്ച് കഴിയുമ്പോഴേ. അപ്പോൾ ഇതാണപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. ഏകദേശം ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. രണ്ടും കൂടി നല്ല തൂക്കമുണ്ട് മീറ്റിന്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ.